സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൾ നിലവിളിച്ചപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇവൾ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അതുകൊണ്ട് അവളെ പറഞ്ഞയക്കണമേ എന്ന് യേശുവിനോട് അപേക്ഷിച്ചപ്പോൾ അതിനു അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം ചെല്ലുമ്പോൾ എല്ലാ സമയവും കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാനിടയാകും. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ വന്നത്, ഞാൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാണ് വന്നത് എന്ന് കർത്താവ് അവളോട് നേരിട്ടല്ല പറഞ്ഞത്, ശിഷ്യന്മാരുടെ അടുക്കലാണ് പറഞ്ഞത്. എന്നാൽ അവൾ അത് കേട്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അവൾ അടുക്കൽ നിൽക്കുമ്പോൾ തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ആരോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അവർ കേൾക്ക തന്നെ പറയുവാൻ ശ്രദ്ധിക്കൂ. കാണുമ്പോൾ ഒന്നും കാണാതിരിക്കുമ്പോൾ മറ്റൊന്നും പറയുന്ന ആളുകൾ എന്തു പറയും? വിശുദ്ധരാ, മിത്രമെന്നാണോ? എന്താണ്? നുണ പറയുന്നതായ ആളുകൾ, കുശുമ്പ് പറയുന്ന ആളുകൾ, കുറ്റം പറയുന്ന ആളുകൾ. ഒരു സഹോദരൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് നുണച്ചികളുണ്ടെന്ന്. അവിടുത്തെ കാര്യം ഇവിടെ പറഞ്ഞ്, ഇവിടുത്തെ കാര്യം അവിടെ പറഞ്ഞ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ കൊണ്ട് വഴക്കുണ്ടാക്കിച്ചിട്ട് ബഹളമുണ്ടാക്കുന്ന അനേകം അപവാദികളായ ആളുകൾ ഇന്നുണ്ട്. യേശുക്രിസ്തു ഒരിക്കലും ദ്വയാർത്ഥത്തോടുകൂടി സംസാരിച്ചിട്ടില്ല. പുറമേ ഒന്നകത്ത് മറ്റൊരു രീതിയിൽ എന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. അവൾ കേൾക്കുന്നുണ്ട്, അവൾക്ക് കേൾക്കണം. ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്കാണ് വന്നത്, നിങ്ങളുടെ അടുക്കലേക്കല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ എന്താണ് പറഞ്ഞത് നോക്കൂ. എന്നാൽ അവൾ വന്നു, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. പ്രാർത്ഥന അറിയാത്തവർ ഇവരെ നോക്കി പ്രാർത്ഥന പഠിക്കുക. വെറുതെ വലിയ വലിയ പ്രാർത്ഥന ചെയ്തിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഇതിനു മുമ്പ് നാം എന്താണ് പ്രാർത്ഥിച്ചത്? അത് അപ്പോഴേക്കും മറന്നുപോയോ? കർത്താവേ എന്നോട് കരുണ തോന്നണമേ. ഇപ്പോൾ എന്താണ് പറയുന്നത്? കർത്താവേ എന്നെ സഹായിക്കണമേ. ചെറിയൊരു പ്രാർത്ഥനയാണ്, എന്നാൽ വളരെ ആഴമായ ഒരു പ്രാർത്ഥനയാണത്. കർത്താവിൻ്റെ അടുക്കൽ എപ്പോഴും ദീർഘമായി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. വിശ്വാസത്തോടു കൂടിയതായ പ്രാർത്ഥന. ഇപ്പോൾ എൻ്റെ മകൾക്ക് ഭൂതം ബാധിച്ചിരിക്കുന്നു, അവൾക്ക് നീ സൗഖ്യം കൊടുക്കണമേ, ഇപ്പോൾ തന്നെ എൻ്റെ നാട്ടിൽ വരണം, എൻ്റെ വീട്ടിൽ വരണം, ഒന്നും പറയുന്നില്ല. എണ്ണക്കുപ്പി കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിക്കണം, ഒന്നും അവൾ പറയുന്നില്ല. എന്താണ്? എന്നെ സഹായിക്കണമേ. എങ്ങനെയാണെന്നറിയില്ല, എന്നാൽ എനിക്ക് സഹായം ചെയ്യണം, എന്നോട് കരുണ കാട്ടണമേ. അവൻ്റെ അടുക്കൽ വന്നു, കടന്നു പോകുക എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കാലുകൾ പിടിക്കുകയാണ്, നമസ്കരിക്കുകയാണ്. എന്താണ്? കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് പറയുന്നു, കർത്താവേ എന്നെ സഹായിക്കണമേ. നോക്കൂ, എത്ര വലിയ വിശ്വാസമാണ് അവൾക്കുള്ളത്. വിശ്വാസത്തിൽ അഹമില്ല, വിശ്വാസത്തിൽ സ്വാർത്ഥതയില്ല, വിശ്വാസത്തിൽ അവിശ്വാസമില്ല, വിശ്വാസത്തിൽ കുറ്റപ്പെടുത്തലില്ല. വളരെ താഴ്മയോടുകൂടി കടന്നു വന്ന് കർത്താവിൻ്റെ പാദത്തിൽ നമസ്കരിച്ച്, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് എന്തു പറഞ്ഞു? അതിന് അവൻ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടിക്ക് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നായാണെന്ന് ഉദ്ദേശിച്ചത്? മതി, പ്രാർത്ഥിക്കാൻ വന്നെന്ന് പറഞ്ഞ നായ്ക്കുട്ടി എന്ന് വിളിക്കുകയാണോ? ഓഹോ, എൻ്റെ നാട്ടിൽ വന്നിട്ട് എന്നെ നായെന്ന് വിളിക്കുകയാണോ? മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അവൾ പറയുകയാണ്, കർത്താവേ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ്, കർത്താവേ എനിക്കൊരു കഷ്ണം മാത്രം മതി, അപ്പത്തിൻ്റെ ഒരു നുറുക്ക് മാത്രം മതി എനിക്കെന്ന്. മേശയിൽ നിന്ന് വീഴുന്ന ഒരപ്പനുറുക്ക് മാത്രം മതി, അതെനിക്ക് വലിയ അനുഗ്രഹമാണെന്ന് പറഞ്ഞു. അതേ കർത്താവേ, ഞങ്ങൾ നായ്ക്കൾക്ക് തുല്യരാണ്, എങ്കിലും നീ ഞങ്ങളുടെ യജമാനനാണ്. നിന്റെ കയ്യിൽ നിന്ന് വീഴുന്ന അപ്പത്തിൻ്റെ നുറുക്ക് കിട്ടിയാൽ അതെനിക്ക് അനുഗ്രഹമാണ്. എത്ര വലിയ വിശ്വാസമാണെന്ന് ശ്രദ്ധിക്കുക. യേശുവിൻ്റെ അടുക്കലേക്ക് ആർക്കും വരുവാൻ കഴിയും, യേശുവിനോട് ആർക്കും പ്രാർത്ഥിക്കുവാൻ കഴിയും. എന്നാൽ എല്ലാവർക്കും അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാത്തത് എന്താണെന്ന് വെച്ചാൽ, നിന്നെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്താതെ, ദൈവത്തിൻ്റെ മേൽ പൂർണ്ണമായ വിശ്വാസം വയ്ക്കാതെ, നീ ചെയ്യുന്ന പ്രാർത്ഥന മനസ്സോടുകൂടി ചെയ്യാതെ, നീ ചോദിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ ദൈവം നൽകും എന്ന് വിശ്വാസമില്ലെങ്കിൽ നിനക്ക് ഒരു രീതിയിലുള്ള അനുഗ്രഹവും ലഭിക്കില്ല. യെരുശലേം പോയ സമയത്ത് ബേത്ലഹേമിൽ അവിടെ വലിയൊരു ഹാൾ കെട്ടിയിട്ടുണ്ട്. നമുക്കറിയാൻ കഴിയും, അവിടെ ചെല്ലുമ്പോൾ വലിയൊരു ആലയം അവിടെ പണിതിട്ടുണ്ട്. ആ ആലയത്തിന് വലിയൊരു വാതിലുണ്ട്.
എന്നാൽ അനേകം ആളുകൾ കുതിരപ്പുറത്ത് തന്നെ ഡയറക്റ്റ് വാതിലിൽ കൂടി കടന്നു വരുന്നു, രാജാക്കന്മാരൊക്കെ. അതുകൊണ്ട് എന്തു ചെയ്തെന്നറിയാമോ? ആ വാതിലുകളെല്ലാം അടച്ചിട്ട് ചെറിയ ഒരു ഗുഹ പോലുള്ളതായ ഒരു വാതിലുണ്ടാക്കി. ചെറിയ ഒരു വാതിലുണ്ടാക്കി. ആ കാലത്തെ ഗുഹകളും അതുപോലെ തന്നെയായിരുന്നു, ഒരു ദ്വാരമായിരിക്കുന്നു. ഇപ്പോൾ ആർക്കെങ്കിലും യെരുശലേമിൽ ആ ബേത്ലഹേമിലെ ആലയത്തിലേക്ക് ചെല്ലണമെങ്കിൽ തല കുനിച്ച് ശരീരം വളച്ച് കയറണം. അത് 6 അടിയുള്ള മനുഷ്യനാണെങ്കിൽ, രാജാവാണെങ്കിലും. എൻ്റെ തലയാണെങ്കിൽ നല്ലവണ്ണം അവിടെ ഇടിച്ചു. നീളം കുറഞ്ഞവരാണെങ്കിൽ തല കുനിച്ച് അവിടെ നിന്ന് പോകണം. നീളമുള്ളവരാണെങ്കിൽ ശരീരം വളച്ച് ഊർന്നതിൽ കൂടി കടക്കണം. എത്ര വലിയ ആളുകളാണെങ്കിലും, വലിയ കിരീടം വെച്ച ആളുകളാണെങ്കിലും രഥത്തിൽ നിന്ന് ഇറങ്ങണം, കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങണം, താഴേക്കിറങ്ങി ചെല്ലണം. യേശുക്രിസ്തുവിനെ കാണണമെങ്കിൽ അവൻ ആരാണെങ്കിലും താഴ്മയോടുകൂടി ചെല്ലണം. താഴ്മയില്ലെങ്കിൽ യേശുവിനെ കാണുവാൻ കഴിയില്ല. ഹെരോദാവ് രാജാവ് എനിക്കും യേശുവിനെ കാണണമെന്ന് പറഞ്ഞു. എന്നാൽ കാണുവാൻ കഴിഞ്ഞോ? ഇല്ല. സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിയില്ല. അടുത്തു തന്നെ 2 കിലോമീറ്റർ ദൂരത്തിലാണ് യേശു ജനിച്ചത്. ജ്ഞാനികൾ വന്ന് പറയേണ്ട കാര്യം പോലുമില്ല, പോയി കാണാമായിരുന്നു അവന്. 2 വർഷം യാത്ര ചെയ്തു വന്നതായ ജ്ഞാനികൾക്ക് കാണുവാൻ കഴിഞ്ഞു. എന്നാൽ അടുത്തു നിന്ന മനുഷ്യന് ഗർവം കാരണം അവനെ കാണുവാൻ കഴിഞ്ഞില്ല. അവനവന്റെ ശിഷ്യരെ സംഹരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഈ കാലത്ത് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുന്നവർ ആരാണെങ്കിലും ശരി, നമ്മുടെ അഹവും സാർത്ഥതയും ഉപേക്ഷിക്കാതെ, നമ്മുടെ ഡിഗ്നിറ്റിയൊക്കെ മാറ്റിവെക്കാതെ അവനെ കാണുവാൻ കഴിയില്ല. അവൻ്റെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയില്ല. അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയില്ല. അവൻ്റെ ശ്രേഷ്ഠത നമുക്ക് കാണുവാൻ കഴിയില്ല. യേശുവിൻ്റെ അടുക്കലേക്ക് ആർക്കും വരാൻ കഴിയും, എന്നാൽ താഴ്മയുള്ളവരായിട്ട് വരണം. തൻ്റെ സ്ഥിതിയെ മനസ്സിലാക്കിയിട്ട് വരണം. ഈ സ്ത്രീ തൻ്റെ സ്ഥിതിയെ മനസ്സിലാക്കി. അതെ, ഞാനൊരു കനാനീയ സ്ത്രീയാണ്. എനിക്കറിയാം യേശുക്രിസ്തു യഹൂദന്മാർക്ക് വേണ്ടി വന്നവൻ ആകുന്നുവെന്ന്. എന്നാൽ ഈ ദൈവത്തിന് എൻ്റെ മകളെ സൗഖ്യമാക്കാൻ കഴിയും, എൻ്റെ മകളുടെ ഭൂതബാധയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയും എന്നവൾ വിശ്വസിച്ചു. എത്രമാത്രം തടസ്സങ്ങളുണ്ടെങ്കിലും, എത്ര പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും, കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ എത്ര പേർ തടസ്സപ്പെടുത്തിയെങ്കിലും, ആദ്യം തന്നെ അവളെ ശിഷ്യന്മാർ തടഞ്ഞിരിക്കാം. എന്നാൽ അവൾ നിലവിളിച്ച്, ഒച്ചവെച്ച്, കർത്താവേ കരുണ തോന്നണമേ നിലവിളിച്ച് താഴ്മയോടുകൂടി വന്ന്, കർത്താവേ മേശമേൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകളിൽ ഒന്നു മതി, നീ ഒരു വാക്കു മാത്രം പറഞ്ഞാൽ മതി, എൻ്റെ മകൾക്ക് പരിപൂർണമായ സൗഖ്യം ഉണ്ടാകാനിടയാകും. അപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത് നോക്കൂ. യേശു അവളോട്, സ്ത്രീയേ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. സ്ത്രീയേ, നിന്റെ വിശ്വാസം വലിയതു. നിന്റെ പേര് വലുത്, നിന്റെ നാട് വലുത്, നിന്റെ പണമാണ് പ്രധാനം, ഒന്നുമല്ല. ഇവിടെ എന്താണ് പറയുന്നത്? നിന്റെ വിശ്വാസം വലിയതാണ്. നിനക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിനക്ക് കർത്താവിൽ വിശ്വാസമുണ്ടെങ്കിൽ കർത്താവ് നിന്നെ പുകഴ്ത്തും. കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കും, മറുപടി നൽകും. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയതു, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. എന്താണ് ആഗ്രഹിച്ചത്? അവർ എന്താണ് ആഗ്രഹിച്ചത്? എൻ്റെ മകൾ ഭൂതബാധിതയായി ഉപദ്രവിക്കപ്പെടുന്നു. എന്താണ് ആഗ്രഹിച്ചത്? സൗഖ്യമാക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചോ? എന്താണ് അവൾ ആഗ്രഹിച്ചത്? എന്താണ് അവൾ ചോദിച്ചത്? എന്താണ് ചെയ്യേണ്ടതെന്ന് അവന് അറിയാം. നമ്മിൽ അനേകം ആളുകളും കർത്താവെ കരുണ കാണിക്കണമെന്ന് പറയും, അടുത്ത നിമിഷം നാം അത് മറന്നുപോകും. കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും, അല്പം കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചതുപോലും നാം മറന്നുപോകും. എന്നാൽ വചനം എന്താണ് പറയുന്നത്? ഇടവിടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക, മറുപടി ലഭിക്കുന്നത് വരെയും നിങ്ങൾ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. ഈ കനാനിയ സ്ത്രീ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു. തൻ്റെ ആവശ്യം എന്താണെന്ന് ദൈവത്തോട് പറഞ്ഞു. അല്ലാതെ ദൈവം എന്ത് ചെയ്യണമെന്ന് അവൾ പറഞ്ഞില്ല. ഇന്നത്തെ രീതികളെല്ലാം മാറിയിരിക്കുകയാണ്. ഇന്ന് നാം ദൈവത്തെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു അനുഗ്രഹവും പ്രാപിക്കാതിരിക്കുന്നത്. ദൈവത്തോട് എന്ത് ചെയ്യണമെന്ന് നാം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവൻ അനന്തമായ ജ്ഞാനമുള്ളവനാണ്. നിങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുക. പാസ്റ്റർമാരായിരിക്കുന്ന ഞങ്ങളിലല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കുക. ഞങ്ങൾ പറയുന്ന യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ അവനിൽ പൂർണ്ണമായി ആശ്രയിക്കുക. അവൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. അവനോട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വിശദമായി പറയേണ്ട കാര്യമില്ല. അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിച്ച് അറിയുന്നവനാകൊണ്ട്
നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അവൻ പൂർണ്ണമായി മനസ്സിലാക്കും. ദൈവം നിങ്ങൾക്ക് മറുപടി നൽകും. എത്ര ആളുകൾ ഈ വിശ്വാസത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്? ചില സമയത്ത് മറുപടി കിട്ടാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥന നിർത്തുന്നത്? നിർത്തരുത്, പ്രാർത്ഥിക്കുക, നിർത്തരുത്. ചില സമയത്ത് ദൈവം നിങ്ങളുടെ ആവശ്യം നിറവേറ്റുവാൻ അവർക്ക് ദൈവം കൂടുതൽ കൊടുത്തു, നിനക്ക് ദൈവം കൂടുതൽ തന്നു അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ. ചില സമയത്ത് ദൈവം ചില രീതിയിൽ ഓരോരോ വ്യക്തിയെ ഉപയോഗിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ രീതിയിൽ ദൈവം ചെയ്യാറുണ്ട്. അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. സങ്കടപ്പെടരുത്. അവൻ എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല. നിങ്ങൾ കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തതായ പ്രവൃത്തിയിൽ യേശുവിനെ നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ കണ്ണിൽ ചെറുതായിട്ട് തൊട്ടപ്പോൾ തന്നെ കാഴ്ച കിട്ടി. എന്നാൽ എല്ലാ കുരുടന്മാർക്കും അങ്ങനെയാണ് കാഴ്ച കൊടുത്തത്? ഒരിക്കലുമല്ല. ഒരാളെ ദേശത്തിന് വെളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കണ്ണിന്മേൽ കൈവച്ച് ചോദിച്ചു, കാണുന്നുണ്ടോ എന്ന്. കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തു കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മനുഷ്യൻ മരം പോലെ നടക്കുന്നു എന്ന്. എന്താണ് കാണുന്നത്? അതായത് അവ്യക്തമായി കാണുന്നു. വീണ്ടും കൈകൾ വെച്ച് നോക്കിയിട്ട് ഇപ്പോൾ കാണുന്നുണ്ടോ എന്ന് പരിശോധിച്ച് അറിഞ്ഞു. അങ്ങനെ വ്യത്യസ്തമായ മറ്റൊരു രീതിയിലാണ് അവിടെ സൗഖ്യം കൊടുത്തത്. ഇനിയും വേറൊരു വ്യക്തിയുടെ കാര്യം നോക്കിയാൽ, നിലത്തിൽ നിന്ന് മണ്ണെടുത്ത് അതിൽ തുപ്പിയിട്ട് മണ്ണ് കുഴച്ച് കണ്ണിന്റെ മുകളിൽ പുരട്ടി സിലോവ കുളത്തിൽ പോയി കഴുകൂ എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഒരേ രീതിയിൽ ചെയ്തുകൂടെ? ഒരേ രീതിയിൽ കൈവച്ചിട്ട് സൗഖ്യം കൊടുത്തുകൂടെ? എന്നാൽ എന്താണ്? നിങ്ങളുടെ അയൽക്കാരന് കിട്ടിയ മറുപടി തന്നെ നിങ്ങൾക്കും അതേപോലെ കിട്ടണമെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് നിലവിളിക്കുക, താഴ്മയോടുകൂടി ദൈവത്തോട് അപേക്ഷിക്കൂ, വിശ്വാസത്തോടുകൂടി ചോദിക്കുക. നിങ്ങൾ ചോദിച്ചത് ലഭിക്കുന്നതുവരെയും പ്രാർത്ഥിക്കുക. തീർച്ചയായും ദൈവം അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. യേശുക്രിസ്തു ആ ഭവനത്തിലേക്ക് കടന്നുപോയില്ല, അവിടെ എണ്ണ തേച്ച് പ്രാർത്ഥിച്ചില്ല, അല്ലെങ്കിൽ എണ്ണക്കുപ്പി കൊടുത്തുവിട്ടില്ല. പൊയ്ക്കൊള്ളുക, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഒരു വാക്ക് പറഞ്ഞു. അപ്പോൾ ആ ക്ഷണം തന്നെ പിശാച് ബാധിച്ച് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി സുഖമായി എഴുന്നേറ്റ് ഇരിക്കുവാൻ ഇടയായി. അവളുടെ അമ്മ വന്നപ്പോഴേക്കും ചായ ഇട്ട് വെച്ചിരുന്നിരിക്കാം. എന്താണ്? എന്തു പറ്റി മകളെ? ആ അമ്മ, എനിക്ക് നല്ല സൗഖ്യം കിട്ടി. എപ്പോഴാണ്? ആ 11:30 ആയ സമയത്ത്. അതെയോ, ആ സമയത്ത് തന്നെയാണ് യേശുക്രിസ്തു എന്നോട് ആ വാക്ക് പറഞ്ഞത്. നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാണ്. വിശ്വസിക്കുക. നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ഭർത്താവ് മാറില്ല, മക്കൾ മാറില്ല, കുടുംബം മാറില്ല എന്ന് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. ഒരുപാട് പേർ ദുഃഖിക്കുന്നുണ്ട്. എല്ലാ ഭവനങ്ങളിലും കഷ്ടകാലത്തിന് ഒരുവൻ കാണുമെന്നാണ്. പിശാച് എന്തു ചെയ്യുമെന്നറിയാമോ? അവന്റെ കെണിയിൽപ്പെടുത്തി ഒരുത്തനെ ആക്കിയിട്ട് അവനിൽ കൂടി ആ വീട് മുഴുവൻ കോലാഹലമാക്കും. പ്രത്യേകിച്ച് ദൈവമക്കളുടെ മനസ്സ് വളരെ മൃദുലമായിരിക്കും. കഴിച്ചാൽ കഴിക്കട്ടെ എന്ന് പറഞ്ഞവർ തള്ളിക്കളയില്ല. അവിശ്വാസിയായിരുന്നപ്പോൾ പറയുമായിരുന്നു, അവന്റെ കാര്യം എനിക്കെന്തിനാ, അവന്റെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. എൻ്റെ ഭർത്താവ് മാറണം, എൻ്റെ മകൾ മാറണം, എൻ്റെ മകൻ മാറണം എന്ന ഭാരത്തോടെ പ്രാർത്ഥിക്കും. മകൻ മദ്യപിച്ചു വന്നിട്ട് വഴക്കുണ്ടാക്കി വീട് മുഴുവൻ അലങ്കോലമാക്കുന്ന സമയത്ത് ആ ഭവനത്തിലായിരിക്കുന്ന വിശ്വാസിയായ മാതാവോ പിതാവോ കണ്ണുനീരൊഴുക്കുമായിരിക്കും. കർത്താവേ, എൻ്റെ മകനോട് കരുണ കാണിക്കണമേ, അവനെ മാറ്റണമേ. എന്താണ്? അതാകുന്നു ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹത്തോടുകൂടി നീ ചെയ്യുന്ന പ്രാർത്ഥനകൾ നിന്റെ കുടുംബത്തെ പണിയും, മക്കളെ വിടുവിക്കും. പിശാചിനാൽ ബാധിക്കപ്പെട്ടവരാണെങ്കിലും അത് ഏതെല്ലാം വിഷയമാണെങ്കിലും ദൈവത്തിന് അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല. അവൻ വിശ്വസ്തനാകുന്നു, ഞാൻ അവിശ്വസ്തനാണ്. അവൻ പരിശുദ്ധനാണ്, ഞാൻ അശുദ്ധനാണ്. അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, ഞാൻ നിലവിളിക്കേണ്ടവനാണ്. നാം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുത കാര്യങ്ങൾ ചെയ്യും. ദൈവം എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാ വ്യക്തികളും വായ് തുറന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിന്റെ കുടുംബത്തിൽ മാനസാന്തരപ്പെടാത്തവരുണ്ടോ? മക്കൾ മാനസാന്തരപ്പെടാത്തവരാണെങ്കിൽ ഈ ദിവസം പ്രാർത്ഥിക്കുക. 2 കരങ്ങളും ഉയർത്തി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങളെ നീ ദർശിക്കണമേ. ആ കനാനിയ സ്ത്രീ നിന്റെ പാദപീഠത്തിലേക്ക് വന്നതുപോലെ ഏതാശയോടുകൂടിയാണ്, ഏതിഷ്ടത്തോടുകൂടിയാണ്, ഏതാഗ്രഹത്തോടുകൂടിയാണ് വന്നത്? എന്തൊക്കെയാണോ നിലവിളിക്കുന്നത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ വാക്ക് ഇന്ന് ഇവരുടെ മേൽ നിറവേറുന്നതിന് വേണ്ടി സഹായിക്കണമേ. അതെ, എൻ്റെ കർത്താവ് എന്നോട് ക്ഷമിച്ചു. അതെ, എൻ്റെ കർത്താവ് എൻ്റെ ഭർത്താവിനെ മാറ്റി. അതെ, എൻ്റെ മകൾക്ക് വിടുതൽ ലഭിച്ചിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തോടുകൂടി കടന്നു പോകാൻ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയവിചാരങ്ങൾ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ ഞരക്കങ്ങൾ കേൾക്കുന്ന ദൈവമേ, ഞങ്ങളുടെ നെടുവീർപ്പുകൾ അറിയുന്ന ദൈവമേ, നിന്റെ മക്കളുടെ ഹൃദയത്തിലെ സകല ആഗ്രഹങ്ങളെയും നടത്തിക്കൊടുക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിടുവിക്കുമാറാകണമേ.
കർത്താവേ, ഞങ്ങളോട് കരുണ കാട്ടണമേ, കർത്താവേ, ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ച് നിലവിളിച്ചിട്ട് ഞങ്ങൾക്ക് കടന്നു പോകുവാൻ നീ സഹായം ചെയ്തതിന് ശേഷം എൻ്റെ കർത്താവ് എന്നോട് കരുണ കാട്ടിയിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ച് ഉല്ലസിക്കുവാൻ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.